ഹലോ മക്കളെ, നമ്മളിതേ ഇന്ന് ഒരു പുതിയ ചാപ്റ്റർ, അതായത് നമ്മൾ പഠിച്ചൊരു ചാപ്റ്ററാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള മെയിൻ പോയിന്റുകളാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ബയോടെക്നോളജി എന്ന് നമുക്കറിയാലോ. ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസോ അല്ലെങ്കിൽ അതിൻ്റെ എൻസൈംസോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്നത്. അത് നമ്മൾ ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. യെസ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തെറാപ്പിറ്റിക്സ്, ഡയഗ്നോസ്റ്റിക്സ്, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന IgM, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്, പ്ലാന്റുകൾ, ഓക്കെ, ജനറ്റിക് മോഡിഫൈഡ് ക്രോപ്പുകൾ, പിന്നെന്താണ് ബയോ റെമഡിയേഷൻ, വേസ്റ്റ് ട്രീറ്റ്മെന്റ്, ഇതിലെല്ലാം നമുക്ക് ബയോടെക്നോളജി അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ബയോടെക്നോളജി നമ്മുടെ അഗ്രികൾച്ചറായിട്ടും ഹെൽത്ത് ആയിട്ടും ഒക്കെ എങ്ങനെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് അല്ലേ. യെസ്. അപ്പോൾ ഈ ഒരു ഫീൽഡ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഹെൽത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ അഗ്രികൾച്ചറിൽ എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് അഗ്രോ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, അതായത് ഫെർട്ടിലൈസേഴ്സും അഗ്രികൾച്ചറും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള അഗ്രികൾച്ചർ വരുന്നുണ്ട്. പിന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ബേസ്ഡ് അഗ്രികൾച്ചർ വരുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എപ്പോഴും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നമ്മുടെ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഒരുപാട് ഈൽഡ് കിട്ടുമായിരിക്കും, പ്രൊഡക്ഷനൊക്കെ നടക്കുമായിരിക്കും, പക്ഷേ നമുക്കത് സോയിലിന് അത്ര നല്ലതല്ല. സോ ഈ ജനറ്റിക്കലി ഇംപ്രൂവ് ചെയ്ത ക്രോപ്പുകളാണെങ്കിൽ ഹൈലി ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിരിക്കും, സോയിലിനാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനത്തെ നമ്മുടെ നേച്ചറിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന അഗ്രികൾച്ചറിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ബയോടെക്നോളജി പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അതായത് എല്ലാവർക്കും ഫീഡ് ചെയ്യാനായിട്ട്, പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യണം. സോ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ബയോടെക്നോളജി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു അഗ്രോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ബെറ്റർ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ടും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റീസ് യൂസ് ചെയ്യാനൊക്കെ ഈ ബയോടെക്നോളജി നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, സാധാരണ ഒരു ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് പാവം ഫാമേഴ്സിനൊന്നും അത്ര അത്രയും എക്സ്പെൻസീവ് ആണല്ലേ. സോ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഇവിടെ കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും, എല്ലാ ഫാമേഴ്സിലേക്കും നമുക്കത് അപ്ലൈ ചെയ്യാനും നല്ല രീതിയിൽ ഈൽഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പുകൾ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി? ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഹാർംഫുൾ എഫക്റ്റ് ഉണ്ട് അല്ലേ. നമ്മൾ ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് അത്ര നല്ലതല്ല നമ്മുടെ സോയിലിനും എൻവയോൺമെൻറ്റിനും ഒന്നും. അപ്പോൾ അതെല്ലാം നമുക്ക് അതിൻ്റെ ആ ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ് ഒക്കെ അങ്ങ് കുറയ്ക്കാനും പറ്റി. കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാനും പറ്റി. സോ ഇതാണ് ബയോടെക്നോളജിയിലെ അഗ്രികൾച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കും. ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താ ചെയ്യുന്നത്? നമ്മൾ പ്ലാന്റ് സെല്ലുകൾ എടുക്കും. ഇപ്പം നമ്മൾ റൂട്ട് ആയിക്കോട്ടെ, ഷൂട്ട് ആയിക്കോട്ടെ, ലീഫ് ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം പ്ലാന്റ് സെല്ലും ടിഷ്യൂസും അതുപോലെ സീഡൊക്കെ നമ്മൾ ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ, കണ്ടോ, ഇതുപോലെ നമ്മൾ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ ഇട്ട് വെക്കും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? കൾച്ചർ ചെയ്ത് ഒരു പുതിയ പ്ലാന്റ് ആക്കി മാറ്റുന്ന പരിപാടിയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എടുക്കുന്ന പ്ലാന്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ് പ്ലാന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടേം. ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു, അതായത് ഷൂട്ടോ റൂട്ടോ ലീഫോ ആയിക്കോട്ടെ, ആ പ്ലാന്റ് പാർട്ടിനെയാണ് നമ്മൾ എക്സ് പ്ലാന്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, ഇനി
ടോട്ടിപൊട്ടൻസി നെക്സ്റ്റ് ഒരു ടേം ആണ്. എന്താണ് ടോട്ടിപൊട്ടൻസി എന്ന് എക്സാമിന് ചോദിക്കും. അതായത് നമുക്ക് ഒരു എക്സ് പ്ലാന്റിൽ നിന്ന്, അതായത് ഈ ഒരു ഫിഗർ കണ്ടോ, ഈ ഒരു ചെറിയൊരു പ്ലാന്റിന്റെ പാർട്ടിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫുൾ പ്ലാന്റ് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു കപ്പാസിറ്റിനെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. അത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതാണ്. മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് മൈക്രോ പ്രൊപ്പഗേഷൻ അടുത്തൊരു ടെക്നിക്കാണ്. അതായത് സെയിം കാര്യം തന്നെയാണ്. വളരെ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടിഷ്യൂ കൾച്ചർ വഴി ഒരുപാട് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ടെക്നിക്കിനെയാണ് നമ്മൾ മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേമും 1 മാർക്കിന് എന്താണ് മൈക്രോ പ്രൊപ്പഗേഷൻ, എന്താണ് ടിഷ്യൂ കൾച്ചർ, ദെൻ ടോട്ടിപൊട്ടൻസി എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ഇനി സോമ ക്ലോൺസ് എന്ന് പറയും. സോമ ക്ലോൺസ് എന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ നോക്കിക്കേ, ഒരുപാട് സിമിലർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അല്ലേ. അതായത് ജനറ്റിക്കലി ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സോമ ക്ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേം ഓർത്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാന്റ്സ്, അതായത് സോമ ക്ലോൺസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, കുറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. യെസ്, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോമ ക്ലോൺസും ഇങ്ങനെ സോമ ക്ലോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. യെസ്, ഇനി അടുത്തത് മക്കൾ നോക്കിക്കേ, നമ്മൾ ഒരു പ്ലാന്റ് വൈറസ് ഇൻഫെക്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, സാധാരണ രീതിയിൽ അത് അഫക്റ്റ് ചെയ്ത് ആ പ്ലാന്റ് എന്ത് ചെയ്യും, ആകെ ഫോളോ ഓഫ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ, നശിച്ചു പോകും. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പാർട്ടിന് അല്ലെങ്കിൽ ആ ഇൻഫെക്റ്റ് വൈറസ്, അതായത് വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത പ്ലാന്റിന്റെ ഒരു മെരിസ്റ്റം എടുക്കുകയാണ് നമ്മൾ. ഓക്കെ, വൈറസ് ഇല്ലാത്ത ഒരു പ്ലാന്റ് പാർട്ട് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ഒരു ന്യൂട്രിയൻ മീഡിയത്തിലിട്ട് നമ്മൾ അതിനെ ഗ്രോ ചെയ്യിപ്പിച്ച് പുതിയൊരു ഹെൽത്തി പ്ലാന്റ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് കംപ്ലീറ്റ്ലി നമ്മളിങ്ങനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് വൈറസ് അറ്റാക്ക് ചെയ്യാത്ത ഒരു ഭാഗം എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അതിനെ എടുത്ത് എന്ത് ചെയ്യുന്നു, ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ ഗ്രോ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ഹെൽത്തി പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ബയോടെക്നോളജിയിൽ ഒരു വലിയൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. യെസ്, ഇനി നെക്സ്റ്റ് വരുന്നത് മിസ് പറഞ്ഞല്ലോ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊമാറ്റോ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടൊമാറ്റോയും പൊമാറ്റോയും കൂടി ഹൈബ്രിഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പൊമാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഹൈബ്രിഡുകളെ ഈ പൊമാറ്റോ എന്ന് പറയുന്നത് ഒരു സോമ ക്ലോൺ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ഡെഫിനിഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റിൽ നിന്നും എന്ത് ഐസൊലേറ്റ് ചെയ്തെടുക്കും, പ്രോട്ടോപ്ലാസ്റ്റ്, അതായത് സെൽ ഐസൊലേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെ ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെയ്യിപ്പിച്ച് ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കുന്നു. ആ ഹൈബ്രിഡ് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. ഈ ഒരു ഹൈബ്രിഡിനെയാണ് നമ്മൾ സോമ ക്ലോൺസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ടൊമാറ്റോക്ക് നല്ല ഡിസീസ് റെസിസ്റ്റന്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ടൊമാറ്റോക്ക് നല്ല ഡിസീസ് റെസിസ്റ്റന്റ് ഉള്ള ഒരു വെറൈറ്റി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈൽഡ് തരുന്ന ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കാം. ഇത് തമ്മിൽ ക്രോസ് ചെയ്ത് ഉണ്ടാകുന്ന പൊമാറ്റോക്ക് ഈ 2 ക്വാളിറ്റീസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റും ഈൽഡ് ആയിട്ടുള്ള പ്ലാന്റ്, ഈ 2 ക്വാളിറ്റി ഉള്ള 2 പേര് അങ്ങ് ക്രോസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഹൈബ്രിഡുകൾക്ക് ഈ ഒരു പൊമാറ്റോക്ക് ഒരു 2 ക്വാളിറ്റി ഉണ്ടാകും. അതായത് ഡിസീസ് റെസിസ്റ്റന്റും ആയിരിക്കും, ഈൽഡ് കൂടുതലുള്ളതായിരിക്കും. ഇങ്ങനെയുള്ള ഹൈബ്രിഡൈസേഷൻ ആണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിളും ഓർത്തു വെക്കുക, ഡെഫിനിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. യെസ്, അപ്പോൾ ഫസ്റ്റ് എന്താണ്, നമുക്ക് അബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഈ ഏത് എക്സ്ട്രീം, എത്ര തണുപ്പ് വന്നോട്ടെ, ചൂട് വന്നോട്ടെ, കോൾഡ്, ഡ്രൗട്ട്, പിന്നെ അതുപോലെ തന്നെ സോൾട്ട്, ഹീറ്റ്, ഈ എല്ലാ എക്സ്ട്രീം
ആയിട്ടുള്ള സ്ട്രെസ് വന്നാലും അതിനോട് ടോളറേറ്റ് ചെയ്ത് നിൽക്കാൻ, അതിനെ സർവൈവ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഇങ്ങനെയുള്ള ക്രോപ്പുകൾക്ക് ഉണ്ടാകും. പിന്നെ ഈ GMO ആയിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉപയോഗിച്ച് നമുക്ക് അത്രയും കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാം. ഓക്കെ, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും. അതായത് നമുക്ക് കൂടുതൽ വിളവുകളൊക്കെ കഴിഞ്ഞ് ഇത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, നമുക്ക് കൂടുതൽ മിനറൽ യൂസേജ് ഒക്കെ, അതായത് ഫെർട്ടിലിറ്റി, സോയിലിന്റെ ഫെർട്ടിലിറ്റി ഒന്നും കളയാതെ തന്നെ നല്ല രീതിയിൽ മിനറൽസും സോയിൽ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ന്യൂട്രീഷണൽ വാല്യൂ, എക്സാമ്പിൾ ആയിട്ട് ദേ ഇവിടെ വൈറ്റമിൻ എ എൻറിച്ചഡ് ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ട്, ഗോൾഡൻ റൈസ്. 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈറ്റമിൻ എ എൻറിച്ച് ആയിട്ടുള്ള ഗോൾഡൻ റൈസ്, അതിൽ കാണുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഒരുപാട് ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് സ്റ്റാർച്ച് ആണെങ്കിലും ഫ്യൂവൽസ് ആയിട്ടും ഫാർമാക്യൂട്ടിക്കൽ മെഡിസിനിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്രോപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ഈ ഒരു 6 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് GM പ്ലാന്റ്സ്, ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഇത് പറയണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വൈറ്റമിൻ എ എൻറിച്ചഡ് ആയിട്ടുള്ള ഗോൾഡൻ റൈസിന്റെ കാര്യമാണ്. ഓക്കെ, യെസ് മക്കളെ. ഇനി അടുത്ത ഒരു പ്രത്യേകത എന്താ, ഇതെല്ലാം നമ്മൾ അഗ്രികൾച്ചറിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്തത് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്പ് പ്ലാന്റ്സ്. അതായത് പ്ലാന്റുകൾക്ക് എന്ത് വേണം? എന്തെങ്കിലും ഒരു ഇൻസെക്ട് അറ്റാക്ക് ചെയ്യാൻ വന്നു, ഇൻസെക്ട് അറ്റാക്ക് ചെയ്യാൻ വന്ന ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ ഇൻസെക്ട് അറ്റാക്ക് ചെയ്ത് പൊക്കോട്ടെ എന്ന് വിചാരിക്കല്ല. എന്ത് ചെയ്യണം? ആ പ്ലാന്റ് അതിനോട് റെസിസ്റ്റ് ചെയ്യണം, അത്രയും ഇൻഫെക്ഷൻ കുറയ്ക്കണം. അങ്ങനെയുള്ള എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബയോടെക്നോളജി യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കാം നമുക്ക്. BT കോട്ടൺ, BT കോൺ, റൈസ് ടൊമാറ്റോ, പിന്നെ റൈസ് ടൊമാറ്റോ, പൊട്ടറ്റോ, സോയാബീൻ എല്ലാം ഇതിൽ നിന്നൊക്കെ നമുക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ജീൻ നിങ്ങൾ കണ്ടോ? BT കോട്ടന്റെ ഫ്രണ്ടിൽ ഒരു BT കണ്ടോ? എന്താണ് BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BT എന്ന് പറയുന്നത് ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ BT കോട്ടണിൽ BT കണ്ടോ? അതെന്താണ്? ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊരു ജീൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ബാക്ടീരിയയിൽ BT ടോക്സിനിൽ ഒരു ജീൻ ഉണ്ട്. ഇതൊരു ബാക്ടീരിയ ആണ് BT എന്ന് പറയുന്നത്. ആ ബാക്ടീരിയയിൽ നിന്ന് ഒരു BT ടോക്സിൻ എന്ന് പറയുന്ന ഒരു ജീന് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ആ ഒരു പ്രോസസ്സാണ് നമ്മൾ BT കോട്ടണിലൊക്കെ കാണുന്നത്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി പഠിച്ചതാണ്, നമ്മൾ നോക്കും. ഇനി ഇങ്ങനെയുള്ള ജീനുകൾ എന്ത് ചെയ്യും? ഈ ഒരു പ്ലാന്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്ത് എന്ത് ചെയ്യും? ഇൻസെക്റ്റിനോട് എന്ത് ചെയ്തോളും? റെസിസ്റ്റ് ചെയ്ത് നിന്നോളും. എന്തെങ്കിലും ഒരു ഇൻസെക്റ്റ് ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അതിനോട് റെസിസ്റ്റ് ചെയ്ത് നിന്നോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്രിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ബയോടെക്നോളജിയിൽ വരുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് കേട്ടോ BT എന്ന് പറയുന്ന ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ഇനി ഈ ഒരു ബാക്ടീരിയ വന്നിട്ട് എന്ത് ചെയ്തോളും? ഇൻസെക്റ്റ് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഈ ബാക്ടീരിയന്റെ അകത്തുള്ള ഈ BT ടോക്സിൻ ജീൻ ആക്റ്റീവായിട്ട് ഈ ഇൻസെക്റ്റിനെ എന്ത് ചെയ്തോളും? നശിപ്പിച്ചോളും. ഓക്കെ, അപ്പോൾ എന്താണ് BT കോട്ടണിൽ ശരിക്കും നടക്കുന്നത്? ഇതൊരു ജനറ്റിക്കലി മോഡിഫൈഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ആ ബാക്ടീരിയയുടെ പേര് ഓർത്ത് വെക്കണം. ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്നതാണ് ആ ബാക്ടീരിയയുടെ പേര്. അതിൽ നിന്ന് കിട്ടുന്ന ജീൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതാണ് BT ടോക്സിൻ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള കോട്ടൺ പ്ലാന്റ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ BT കോട്ടൺ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം അല്ലേ? യെസ്, അപ്പോൾ ഈ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഇൻസെക്റ്റുകളെ നശിപ്പിക്കും. അപ്പോൾ എങ്ങനത്തെ ഇൻസെക്റ്റുകളെയാണ് എന്ന് ചോദിക്കും, എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഒരു കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെപ്പിഡോപ്റ്ററൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന ടുബാക്കോ ബഡ് വോം, ആമി വോം, പിന്നെ കോളിയോപ്റ്ററൻസിൽ വരുന്ന ബീറ്റിൽസ്, ഡയപ്റ്ററൻസിൽ വരുന്ന ഫ്ലൈസും മോസ്കിറ്റോസും, ഇതെല്ലാം BT കോട്ടൺ, അതായത് ഈ ഒരു ബാസിലസ് തുറിഞ്ചെൻസിസ്
ജനസിസ് എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയ നശിപ്പിക്കുന്ന ഇൻസെക്റ്റുകളാണ് കേട്ടോ. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാറ്റഗറി ഓഫ് ഇൻസെക്റ്റും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നോക്കേണ്ടത്? നമ്മൾ ആ ബാക്ടീരിയയുടെ പേര് പറയാ, BT ടോക്സിൻ ജീനുകളെ കുറിച്ച് പറയണം, പിന്നെ അവരും എന്ത് ചെയ്യും, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഏത് ഇൻസെക്റ്റുകളെയാണ് കൊല്ലുന്നത്? ലെപ്പിഡോപ്റ്ററൻസ്, കോളിയോപ്റ്ററൻസ്, ഡയപ്റ്ററൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലിയിലുള്ള ഓർഡറിലുള്ള ആളുകളെയാണ് നശിപ്പിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവർ ചെയ്യുന്നത്? ഇതിൽ BT എന്ന് പറയുന്ന ഈ ഒരു ബാസിലസ് ടൂറിൻജനസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ഈ ബാക്ടീരിയ ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആണ് ഉണ്ടാക്കുന്നത്. ആ പ്രോട്ടീൻ ക്രിസ്റ്റൽസിന്റെ പേരെന്താണ്? ഇൻസെക്ടിസിഡൽ പ്രോട്ടീൻ. ഓക്കെ, ഇൻസെക്ടിസിഡൽ പ്രോട്ടീൻ. അപ്പോൾ ഈ ഒരു ബാക്ടീരിയൽ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് പൊതുവെ എങ്ങനെയാണ്? ഇനാക്റ്റീവ് പ്രോട്ടോടോക്സിൻസ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ഈ ബാക്ടീരിയയുടെ അകത്തിരിക്കുമ്പോൾ ഈ പുള്ളി എന്താ, ഇനാക്റ്റീവ് ആണ്. എപ്പോഴും ഇനാക്റ്റീവ് ആയിട്ട് ഇരിക്കണ ഒരു പ്രോട്ടോടോക്സിൻ ആയിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഇത് ഒരു ഇൻസെക്റ്റിനെ അങ്ങ് ഇൻജെക്ട് ചെയ്തു. ഇൻസെക്റ്റിലേക്ക് ഇത് അകത്ത് കയറിയാൽ ആള് പ്രശ്നക്കാരനാണ്. ഈ ജീൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയ പ്രോട്ടീന് ഉണ്ടാക്കി, ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ, ഈ പ്രോട്ടീൻ അങ്ങ് ആക്റ്റീവ് ടോക്സിൻ ആക്കി മാറ്റും. ഓക്കെ, ആക്റ്റീവ് ടോക്സിൻ ആക്കി മാറ്റിയിട്ട് ഈ ഒരു പ്രോട്ടീനെ ഈ ഒരു ഇൻസെക്റ്റിന്റെ അകത്ത് വെച്ചിട്ട് സോല്യൂബിലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടോടോക്സിൻ നമ്മുടെ ഹോസ്റ്റ്, അതായത് ഇൻസെക്റ്റിന്റെ അകത്തേക്ക് കയറുന്നു. ഇൻസെക്റ്റിന്റെ അകത്തേക്ക് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസെക്റ്റിന്റെ ഗട്ട് എങ്ങനെയാണ്? ആൽക്കലൈൻ pH ആണ്. ഓക്കെ, അപ്പൊ ആൽക്കലൈൻ pH കാരണം ഈ ഇനാക്റ്റീവ് ആയിരുന്ന പ്രോട്ടോടോക്സിൻ അങ്ങ് ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ അത് സോല്യൂബിലൈസ് ചെയ്ത് ഈ ഒരു ഇൻസെക്റ്റിന്റെ അകത്ത് എന്ത് ചെയ്യും? അങ്ങ് സോല്യൂബിലൈസ് ചെയ്ത് അതിനങ്ങ് നശിപ്പിക്കും. ഓക്കെ, ഇതാണ് BT ടോക്സിൻ എങ്ങനെയാണ് ഇതിൽ ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ചോദിക്കും, BT അല്ലെങ്കിൽ ബാസിലസ് ടൂറിൻജനസിസ് എന്ന് പറയുന്നത് എന്ത് പ്രോട്ടീൻ ആണ്? പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്നത് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ ആണ്. ഓക്കെ, മിസ് ഇവിടെ മാർക്ക് ചെയ്യാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബാക്ടീരിയയുടെ അകത്തിരിക്കുമ്പോൾ ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഇനാക്റ്റീവ് പ്രോട്ടോടോക്സിൻ ആയിട്ടായിരിക്കും ഓക്കെ ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ബട്ട് ഇതൊരു ഇൻസെക്ട് ഇൻജസ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് കൺവേർട്ട് ചെയ്ത് ഒരു ആക്റ്റീവ് ടോക്സിൻ ആക്കി മാറ്റും. അങ്ങനെ ആവാനുള്ള റീസൺ എന്താണ്? നമ്മുടെ ഇൻസെക്റ്റ്, ഇതാണ് ഇൻസെക്റ്റ് എങ്കിൽ ഈ ഇൻസെക്റ്റിന്റെ ഗട്ടാണ് ഇത്. ഓക്കെ, ഈ ഗട്ടിന്റെ അകത്ത് എന്ത് നേച്ചറാണ്? ആൽക്കലൈൻ ആണ്. ഓക്കെ, ആൽക്കലൈൻ pH ആയതുകൊണ്ട് ഈ ഒരു ക്രിസ്റ്റൽ പ്രോട്ടീൻ ഈ ടോക്സിൻ അങ്ങ് സോല്യൂബിലൈസ് ചെയ്ത് അവരുടെ ബോഡീനെ അങ്ങ് കില്ല് ചെയ്യും. ഓക്കെ, നശിപ്പിച്ച് കളയും. ഇതാണ് BT കോട്ടണിൽ എങ്ങനെയാണ് ഈ ബാക്ടീരിയ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള BT കോട്ടന്റെ പിക്ചേഴ്സ് ആണ് കേട്ടോ. യെസ്, ഇനി ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് ടോക്സിൻ പോയിട്ട് നമ്മുടെ പാവ ഇൻസെക്റ്റിന്റെ അകത്ത് മിഡ്ഗട്ട് ഉണ്ടല്ലോ, അവിടെ പോയി അങ്ങ് ബൈൻഡ് ചെയ്തിട്ട് അവിടെ കുറെ ഹോൾസ് ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് ഇൻസെക്റ്റിന്റെ മിഡ്ഗട്ട് അല്ലെങ്കിൽ ആ ഒരു ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ പോയിട്ട് കുറെ പോഴ്സ് ഇങ്ങനെ ഉണ്ടാക്കും. പോഴ്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സ്വെല്ലിംഗ് ഉണ്ടാകും. പയ്യ ആ സെല്ലൊക്കെ അങ്ങ് ലൈസിസ് ബ്രേക്ക് നടന്ന് പാവം നമ്മുടെ ഇൻസെക്റ്റ് എന്ത് ചെയ്യും? ചത്തുപോകും. ഓക്കെ, ഡെത്ത് സംഭവിക്കും അതിന്. ഈ ഒരു BT ടോക്സിൻസ് എന്ന് പറയുന്നത് ഇൻസെക്ട് സ്പെസിഫിക് ആണ്. ഇൻസെക്റ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് BT ടോക്സിക് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ BT കോട്ടൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൻ്റെ ജീന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ടോക്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ടോക്സിൻ എൻകോഡ് ചെയ്യുന്ന ജീനിൻ്റെ പേരാണ് ക്രൈ ജീൻ എന്ന് പറയും. ഓക്കെ, ക്രൈ ജീൻ എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ക്രൈ ജീന്. ഈ ക്രൈ ജീൻ കുറേ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ ക്രൈ 1AC-യും 2AB-യും എന്തിനെ കൺട്രോൾ ചെയ്യും? കോട്ടൺ ബോൾവോംസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് കേട്ടോ കോട്ടൺ ബോൾവോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രൈ 1AC-യും ക്രൈ 2AB-യും കോട്ടൺ ബോൾവോംസിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അഫക്റ്റ് ചെയ്യുന്നത്. ക്രൈ 1AB എന്ന് പറയുന്നത് കോൺ ബോററിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും കോട്ടൺ ബോൾവോംസും കോൺ ബോററും ആണ്. യെസ്, അപ്പോൾ ക്രൈ 1AC-യും 2AB-യും എന്തിനെ കൺട്രോൾ ചെയ്യും? കോട്ടൺ ബോൾവോംസിനെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്.
ക്രൈ 1AB എന്ന് പറയുന്നത് കോൺ ബോററിനെ ആയിരിക്കും. എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീനാണ് കേട്ടോ. എക്സാമിന് എന്തായാലും മസ്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ മാറിപ്പോവരുത്. 1AC അതുപോലെ തന്നെ 2AB എന്തിനെ കൺട്രോൾ ചെയ്യും? കോട്ടൺ ബോൾവോംസ്. 1AB എന്ന് പറയുന്ന ക്രൈ 1AB എന്ന് പറയുന്നത് എന്തിനെ കൺട്രോൾ ചെയ്യും? കോൺ ബോറേഴ്സിനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയാ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് BT കോട്ടണിൽ എങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബാക്ടീരിയയുടെ ഇൻഫ്ലുവൻസ് ആണല്ലേ പറഞ്ഞത്. ഇനി വേറൊരു മെക്കാനിസം ഉണ്ട്, അതാണ് RNA ഇന്റർഫെറൻസ് എന്ന് പറയും. ഓക്കെ, RNA ഇന്റർഫെറൻസ് എന്ന് പറഞ്ഞാൽ RNA സൈലൻസ് ചെയ്യുക. ഓക്കെ, അതിന്റെ വർക്കിംഗ് അങ്ങ് ഒഴിവാക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. എല്ലാ യുക്കാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനും ഒരു മെക്കാനിസം ഉണ്ട്. RNA ഇന്റർഫെറൻസ് എന്ന് പറയുന്ന ഒരു സെല്ലുലർ ഡിഫൻസ് മെക്കാനിസം എല്ലാ യുക്കാരിയോട്ടിക് ഓർഗാനിസത്തിനും ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെ ഇതിന്റെ പരിപാടി എങ്ങനെയാണ്? നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് കേട്ടോ. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മളൊരു സ്പെസിഫിക് mRNA എന്ത് ചെയ്യും? സൈലൻസ് ചെയ്യും. ഇതിനെ സൈലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് നടക്കണം? RNA സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലേ മക്കളെ? അപ്പോൾ അത് എപ്പോഴും സിംഗിൾ ആയിട്ട് ഇരുന്നാലല്ലേ വർക്കിംഗ് നടക്കുള്ളൂ. പക്ഷേ ഇതിന് എതിരെ നമ്മളൊരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് RNA അങ്ങ് ഉണ്ടാക്കും. ഓക്കെ, പാവം. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന mRNAയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ഒറ്റയ്ക്ക് ഇരിക്കുന്ന mRNA പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് സ്റ്റോപ്പ് ചെയ്യും? സൈലൻസ് ചെയ്യും. ട്രാൻസ്ലേഷൻ നടക്കില്ല. ട്രാൻസ്ലേഷൻ നടന്ന് എന്താ ഉണ്ടാവാറ്? പ്രോട്ടീൻ അല്ലേ ഉണ്ടാകുന്നേ. ആ പരിപാടി അവിടെ നടക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് RNA ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു mRNA നമ്മൾ സൈലൻസ് ചെയ്യുന്നു. എങ്ങനെയാണ് സൈലൻസ് ചെയ്യുന്നത്? ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോംപ്ലിമെന്ററി സ്റ്റാൻഡ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് mRNAയിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് ആ ഒരു ട്രാൻസ്ലേഷൻ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പരിപാടിനെയാണ് നമ്മൾ mRNA പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അത് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ RNA ഇന്റർഫിയറൻസ് എന്ന് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഇതിൽ എന്താണ് ഈ സോഴ്സ്? ഈ ഡബിൾ സ്റ്റാൻഡേർഡ് mRNA എവിടുന്ന വരുന്നത്? പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതായത് mRNAക്ക് ബൈൻഡ് ചെയ്യാൻ ഡബിൾ സ്റ്റാൻഡേർഡ് RNA നമ്മൾ എന്ത് ചെയ്യുന്നു? കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നു. ഇതിന്റെ സോഴ്സ് എവിടുന്നാണ്? ഇത് സോഴ്സ് എന്ന് പറയുന്നത് വേറൊന്നല്ല, ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറസ് വഴി ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനിൽ നിന്നോ ആയിരിക്കും നമുക്ക് ഈ ഒരു സോഴ്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു വൈറസ് ഇൻഫെക്റ്റ് ചെയ്തു ഒരു സെല്ലിനെ, അതിന് എന്തുണ്ടാകും? RNA ജീനോം ഉണ്ടാകും. ഓക്കെ, RNA ജീനോം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ട്രാൻസ്പോസൺ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോസൺ എന്ന് പറയുന്നത്. അപ്പോൾ വൈറസ് ഇൻഫെക്റ്റ് ചെയ്തു, ആ സെല്ലിന് എന്തുണ്ടാകും? ഈ പറയുന്ന ജീനോമിന് ഒരു RNA ജീനോം ഉണ്ട്. അത് എന്താണ് നമ്മൾ പറയുന്നത്? ട്രാൻസ്പോസൺ എന്നാ പറയാ. ഈ ട്രാൻസ്പോസൺ കണ്ടോ, ഒരു DNA സെഗ്മെന്റ് ആണ് കേട്ടോ ട്രാൻസ്പോസൺ എന്ന് പറയുന്നത്. അത് റെപ്ലിക്കേറ്റ് ചെയ്യും. റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് ആ പ്രോസസ്സിന് എന്ത് ചെയ്യും? RNA സൈലൻസിങ് അവിടെ നടത്തും. അപ്പോൾ ഈ ട്രാൻസ്പോസൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNAയുടെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വെക്കുക കേട്ടോ. എന്താണ് ട്രാൻസ്പോസൺ എന്ന് ഓർത്ത് വെക്കുക. കോംപ്ലിമെന്ററി ഡബിൾ സ്റ്റാൻഡേർഡ് RNA എന്താണ്? ഒരു ഇൻഫെക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഒരു വൈറസ് വഴിയൊക്കെ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിന് ഒരു RNA ജീനോം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ട്രാൻസ്പോസൺ എന്ന് വിളിക്കുന്നത്. അത് ഈ RNA ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഈ ഒരു സൈലൻസിങ്ങിന്റെ സമയത്ത് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് RNA സൈലൻസിങ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിനൊരു എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ BT കോട്ടൺ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ഇതിൽ മെലോയിഡിഗൈൻ ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന ഒരു നെമാറ്റോഡ് ഉണ്ട്, ഒരു വേമാണ്. ഈ ഒരു വേമാണ് കേട്ടോ. ഈ ഒരു വേം എന്ത് ചെയ്യും? മെയിൻ ആയിട്ട് എന്തിനാണ് ഇൻഫെക്ട് ചെയ്യുന്നത്? റൂട്ട് ഓഫ് ടുബാക്കോ പ്ലാന്റ്. ഓക്കെ, മെലോയിഡിഗൈൻ ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന ഒരു നെമാറ്റോഡ് ആണ്. അത് ഇൻഫെക്ട് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു ടുബാക്കോ പ്ലാന്റിന്റെ റൂട്ടിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്.
ഇൻകോഗ്നിറ്റ എന്ന് പറയുന്നത് ഒരു നെമാറ്റോഡാണ്, മിസ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് ടുബാക്കോ പ്ലാന്റിൻ്റെ റൂട്ടിലാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഇത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ ഈൽഡിനെ അത് അഫക്റ്റ് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഇതിനെങ്ങനെ റെസ്ക്യൂ ചെയ്യാം, ഈ ഒരു പ്ലാന്റിനെ നമുക്ക് എങ്ങനെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, RNA ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ RNA ഇൻ്റർഫിയറൻസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ടുബാക്കോ പ്ലാന്റിൽ എന്ത് അഫക്റ്റ് ചെയ്യുന്നു, നെമാറ്റോഡ് ഇൻഫെക്ഷൻ. ഏത് നെമാറ്റോഡ്, മെലോയിഡി ജീൻ ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന ഒരു നെമാറ്റോഡിൻ്റെ ഇൻഫെക്ഷൻ. ഓക്കെ, അതിൽ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവരെ ഒരു പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് ആക്കി മാറ്റേണ്ടേ നമുക്ക് ടുബാക്കോ പ്ലാന്റിന്. സോ എല്ലാവരും റെഡി അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേസിയൻസ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേസിയൻസ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ആ വെക്ടർ അതൊരു ബാക്ടീരിയ ആണ്. ആ വെക്ടർ യൂസ് ചെയ്തിട്ട് ഇതാണ് കേട്ടോ ആ ബാക്ടീരിയ. ആ ഒരു വെക്ടർ യൂസ് ചെയ്തിട്ട് നെമാറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ജീനുകളെ ഈ ഒരു ബാക്ടീരിയനെ നമ്മൾ യൂസ് ചെയ്യും. അഗ്രോബാക്ടീരിയം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് നെമാറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ജീനുകളെ എന്ത് കൊടുക്കും, നെമാറ്റോഡ് സ്പെസിഫിക് ജീനുകളെ കൊടുക്കും നമ്മൾ. ഓക്കെ, എന്നിട്ട് ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഹോസ്റ്റ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേസിയൻസ് എന്ന് പറയുന്ന വെക്ടർ യൂസ് ചെയ്തിട്ട് നെമാറ്റോഡ് സ്പെസിഫിക് ജീനുകളെ എങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഹോസ്റ്റ് പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് വെക്ടർ എന്ന് പറഞ്ഞാൽ വാഹകർ എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അതായത് അവരാണ് ഈ ജീനിനെ കൊണ്ടുപോയി ആർക്ക് കൊടുക്കുന്നത്, ഹോസ്റ്റ് പ്ലാന്റിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ഹോസ്റ്റ് പ്ലാന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അപ്പോൾ തന്നെ 2 RNA ഉണ്ടാക്കുന്നുണ്ട്. സെൻസ് RNAയും ആന്റി സെൻസ് RNAയും ഹോസ്റ്റ് സെല്ലിന്റെ അകത്ത് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ മക്കളെ, സെൻസ് RNAയും ആന്റി സെൻസ് RNA എന്തായിരുന്നു ജസ്റ്റ് ഒന്ന് പറയാം. സെൻസ് RNA അല്ലെങ്കിൽ അതെന്താണ്, അതൊരു നമ്മുടെ DNA കാണുന്ന ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ആന്റി സെൻസ് RNA എന്നാണ് ഈ പറയുന്ന കോംപ്ലിമെന്ററി ഉണ്ടാക്കി mRNA ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് സെൻസ് RNA ഉണ്ടാകും, ആന്റി സെൻസ് സ്ട്രാൻഡ് ഉണ്ടാകും. ഇത് രണ്ടും നമ്മുടെ ഹോസ്റ്റ് സെല്ലിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആന്റി സെൻസ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എന്ത് നടക്കുന്ന ടെംപ്ലേറ്റ് ആയിട്ടൊക്കെ നടക്കുന്നത്. മറ്റേത് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് അവിടെ ഉണ്ടാകും. ഓക്കെ, പാരന്റ് സ്റ്റാൻഡിലൊക്കെ കാണുന്നതാണ് സെൻസ് സ്റ്റാൻഡും ആന്റി സെൻസ് സ്റ്റാൻഡും. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു നമ്മൾ നെമാറ്റോഡ് സ്പെസിഫിക് ജീനുകൾ ഈ വെക്ടറിന്റെ കൂടെ എങ്ങോട്ടേക്ക് പോകും, നമ്മുടെ ഹോസ്റ്റ് സെല്ലിന്റെ അകത്തേക്ക് പോകും. ഹോസ്റ്റ് സെല്ലിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് സെൻസ് RNAയും ആന്റി സെൻസ് RNAയും ഫോം ചെയ്യും. ഈ 2 RNAയും കൂടിയും കോംപ്ലിമെന്ററി ചെയ്ത് എന്തുണ്ടാകും, ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ സെൻസ് RNAയും ആന്റി സെൻസ് RNAയും കൂടി കോംപ്ലിമെന്ററി ചെയ്തിട്ട് ഇത് എന്തായിട്ട് മാറും, ഒരു ഡബിൾ സ്റ്റാൻഡ് ഉള്ള RNA ആയിട്ട് മാറും. ഇവിടെ നിന്നാണ് നമ്മുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, RNA ഇന്റർഫറൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആരുടെ അടുത്ത്, നമ്മുടെ നെമാറ്റോഡിന് ഒരു സ്വന്തമായിട്ട് ഒരു mRNA ഉണ്ടല്ലേ. ഇതാണ് നമ്മുടെ നെമാറ്റോഡ്. ഈ നെമാറ്റോഡിന് എന്തുണ്ട്, സ്വന്തമായിട്ട് ഒരു mRNA ഉണ്ട്. അപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് RNA എവിടെ പോയി ബൈൻഡ് ചെയ്യും, നമ്മുടെ നെമാറ്റോഡിന്റെ mRNAയുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിന് എന്തിനു അനുവദിക്കില്ല, ട്രാൻസ്ലേഷൻ നടത്താൻ സമ്മതിക്കില്ല. കാരണം ട്രാൻസ്ലേഷൻ നടത്തിയാൽ ഇത് പ്രോട്ടീൻ ഉണ്ടാക്കും. നെമാറ്റോഡ് പ്രോട്ടീൻ ഉണ്ടാക്കിയ വിഷയമാണ്. എന്ത് ചെയ്യും, ഈ പ്രോട്ടീൻ പോയിട്ട് നമ്മുടെ ടുബാക്കോ പ്ലാന്റിനെ അങ്ങ് നശിപ്പിച്ച് കളയും, ടോക്സിൻ ആക്കി മാറ്റും. അപ്പോൾ അത് ഒഴിവാക്കണം. അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ സെൻസ് RNA ആന്റി സെൻസ് RNAയും കൂടി കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്ത് അത് എവിടെ പോയി ബൈൻഡ് ചെയ്യും, നമ്മുടെ നെമാറ്റോഡിന്റെ mRNA പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത mRNAക്ക് പിന്നെ ട്രാൻസ്ലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, പാരസൈറ്റിന് ഈ പറയുന്ന പ്ലാന്റിനെ എഫക്റ്റ് ചെയ്യാൻ, നെമാറ്റോഡിന് ഈ പ്ലാന്റിനെ നശിപ്പിക്കാൻ പറ്റില്ല. അത് സ്വയം പ്രൊട്ടക്റ്റഡ് ആയിക്കോളും. ഇങ്ങനെയുള്ള ആ ഒരു പ്ലാന്റുകളെയാണ് ട്രാൻസ്ജെനിക്, ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ട്രാൻസ്ജെനിക് പ്ലാന്റ് എന്ന് വിളിക്കും. പിന്നെ ട്രാൻസ്ജെനിക് ആനിമൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ,
അപ്പോൾ സ്വയം അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് RNA ഇന്റർഫിയറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആ പ്രോസസ്സ്? മെലോയിഡി ജീൻ ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന ആ നെമാറ്റോഡിന്റെ കേസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുവഴി അഗ്രോബാക്ടീരിയം ട്യൂമിഫേസിയൻസ് എന്ന് പറയുന്ന വെക്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ടുബാക്കോ പ്ലാന്റിനെ ഒരു പെസ്റ്റ് റെസിസ്റ്റന്റ് ആക്കി മാറ്റുന്നത് എന്നുള്ളത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ഇനി ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചർ കഴിഞ്ഞു. അഗ്രികൾച്ചർ കഴിഞ്ഞ് ഇനി എന്താ നമ്മൾ പറയാ? അഗ്രികൾച്ചറിൽ ടിഷ്യൂ കൾച്ചർ പറഞ്ഞു, സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻസ് പറഞ്ഞു, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതിൽ BT കോട്ടൺ പറഞ്ഞു. പിന്നെ ഇപ്പൊ നമ്മൾ ഫൈനലായിട്ട് ഒരു ടുബാക്കോ പ്ലാന്റിന്റെ RNA ഇന്റർഫിയറൻസിന്റെ ആ സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് മെഡിസിൻ ആണ്. എന്താണ് മെഡിസിനിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഹെൽത്ത് കെയറിൽ നല്ല രീതിയിൽ എന്തുണ്ട്, ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ നമുക്ക് അതിന്റെ ഒരു നമുക്ക് പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രം പോരാ അല്ലേ, നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ബയോടെക്നോളജി ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അത് നല്ല രീതിയിൽ സേഫ് ആയിരിക്കണം. കാരണം നമുക്കല്ലേ ഡ്രഗും കാര്യങ്ങളൊക്കെ കിട്ടുന്നേ. അപ്പോൾ അത് ആർക്കും ഒന്നും പറ്റാൻ പാടില്ല. സേഫ് ആയിട്ട് വേണം, നമ്മൾ എഫക്റ്റീവ് ആയിട്ട് വേണം ഇത് എന്ത് ചെയ്യണം, ഈ ഒരു ആപ്ലിക്കേഷൻ മെഡിസിനിൽ നടത്താൻ കുറച്ചും കൂടി സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ പ്രസന്റ് കണ്ടീഷനിൽ ഒരു 30 റീകോമ്പിനന്റ് തെറാപ്പറ്റിക്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഇന്ത്യയിൽ തന്നെ 12 എണ്ണം, ഒരു 12 ഒക്കെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് കേട്ടോ. യെസ്, അപ്പോൾ എന്താണ് ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്? ഈ ഇൻസുലിൻ ആണ്. എങ്ങനെയാണ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻ യൂസ് ചെയ്യാന്നാണ്. അപ്പോൾ ഫസ്റ്റ് സമയങ്ങളിൽ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു? ഈ പറയുന്ന സ്ലോട്ടേഡ് ആയിട്ടുള്ള, കണ്ടോ, ഇതാണ് നമ്മുടെ സ്ലോട്ടേഡ് ആയിട്ടുള്ള കാറ്റിലീന്നോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പിഗ്ഗീന്നൊക്കെയാണ് എന്ത്, ഇൻസുലിൻ എടുക്കും. ഇൻസുലിൻ അവരുടെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അതുപയോഗിച്ച് ഇൻസുലിൻസ് ഉണ്ടാക്കും. നമ്മൾ മാർക്കറ്റിൽ ഇൻസുലിൻസ് ഉണ്ടാക്കിയിട്ട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കും അല്ലേ. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസിന്റെ എണ്ണം കൂടി വരാണ്. ഇവർക്ക് എല്ലാവർക്കും ഇൻസുലിൻ വേണം. അവർക്ക് സ്വന്തമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ലെവല് ഇൻസുലിൻ നമ്മൾ മെഡിസിൻ ആയിട്ട് അവർക്ക് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ, നമുക്ക് ഇൻസുലിൻ കുറെ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യും, ഇതുപോലത്തെ സ്ലോട്ടേഡ് കാറ്റിൽ ആനിമൽസിനെയൊക്കെ യൂസ് ചെയ്ത് അവരുടെ ഇൻസുലിൻ എടുത്ത് നമ്മൾക്ക് അപ്ലൈ ചെയ്യും, നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് വെക്കലായിരുന്നു പരിപാടി. പക്ഷെ അത് എന്താ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് വേറൊരു ആനിമലിന്റെ ഇൻസുലിൻ ആണ് അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം മിസ് ഡയബറ്റിക് ആണ്, മിസ്സിന് ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യുന്നത് വേറൊരു ആനിമലിന്റെ ഇൻസുലിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, ഈ പറയുന്ന അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാൻ തുടങ്ങി. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേ നമ്മുടെ ഈക്കോളൈ ബാക്ടീരിയ ഉപയോഗിച്ച് ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ, ഓക്കെ, അതിലേക്ക് നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ ജീനുകൾ കൊടുക്കും. എൻ്റെ ഉള്ളിൽ നിന്നാണ്, ഇപ്പം ഞാൻ ഒരു ഹ്യൂമൻ ആണല്ലേ, അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഇൻസുലിൻ ജീനുകൾ എടുത്തിട്ട് ഈക്കോളൈ ബാക്ടീരിയക്ക് കൊടുക്കും. ഈക്കോളൈ ബാക്ടീരിയയുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് കുറേ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈക്കോളൈ ബാക്ടീരിയനെ നമ്മൾ യൂസ് ചെയ്തിട്ട്, ഒരു വെക്ടർ പോലെ യൂസ് ചെയ്തിട്ട് ഈ ഈക്കോളൈ ബാക്ടീരിയലിൻ്റെ അകത്തേക്ക് എന്ത് കൊടുക്കുന്നു, നമ്മൾ ഹ്യൂമൻ ഇൻസുലിൻ ജീനുകൾ കൊടുക്കുന്നു. അങ്ങനെ അത് കൊടുത്ത് അതുവഴി നമ്മൾ ഒരുപാട് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു. ഇതൊരു സോൾവ് ചെയ്യാൻ കൊണ്ടുവന്ന മെക്കാനിസം ആണ്. ഓക്കെ, ഇനി മക്കളെ നോക്കിക്കേ, നിങ്ങൾ ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കേ, ഇൻസുലിന് മൊത്തം എത്ര ചെയിൻ ഉണ്ട്? 2 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നതിനെയാണ് ചെയിൻ എ എന്ന് പറയുന്നത്. ഈ വയലറ്റ് കളറിന് നമ്മൾ ചെയിൻ ബി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ചെയിൻ എ ഉണ്ട്, ചെയിൻ ബി ഉണ്ട്. ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആണ്. കണ്ടോ, ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ മിസ് മാർക്ക് ചെയ്യാം, ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്യുന്നതാണ്. ഇതിനാണ് നമ്മൾ ഈ ഒരു ലിങ്കേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡൈസൾഫൈഡ് ലിങ്കേജ് എന്ന് നമ്മൾ പറയും. ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സൾഫർ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തിട്ട്, യൂസ് ചെയ്തിട്ടാണ് ഒരു ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് യൂസ് ചെയ്തിട്ട് ചെയിൻ എയും ബിയും ലിങ്ക്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻസുലിൻ്റെ 2 ചെയിൻ ഏതാണ്?
എയും ബിയും ആണ്. അവർ തമ്മിൽ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബോണ്ട് അല്ലെങ്കിൽ ലിങ്കേജിന്റെ പേരെന്താണ്? ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് എന്നാണ് നമ്മൾ പറയുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വലിയ ചാലഞ്ച് ഉണ്ടായിരുന്നു. ഇൻസുലിനിൽ ചെയിൻ എയും ബിയും മാത്രമല്ല, ഇടയിൽ ഒരാളും കൂടി ഉണ്ട്, സി എന്ന് പറയുന്ന ചെയിൻ, ഒരു പെപ്റ്റൈഡും കൂടി ഉണ്ട്. അയാൾ നമുക്ക് ഇമ്മെച്യൂർ ചെറിയതായിരിക്കുന്ന ഒരു ഇമ്മെച്യൂർ ആയിട്ടുള്ള ടൈമിലാണ് ഈ സി പെപ്റ്റൈഡ് ഉള്ളത്. അത് മെച്യൂർഡ് ആയി കഴിയുമ്പോൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻസുലിൻ്റെ അകത്ത് സി എന്ന് പറയുന്ന ഒരാളില്ല. ഓക്കെ, അപ്പോൾ ഇത് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസുലിൻ പുറത്ത് ഉണ്ടാക്കുകയാണല്ലേ, ഉണ്ടാക്കുന്ന സമയത്ത് എക്സ്ട്രാ ഒരു സി പെപ്റ്റൈഡ് വരുന്നുണ്ട്. ആ സി പെപ്റ്റൈഡിനെ മാറ്റി മെച്യൂർഡ് ആക്കിയിട്ട് വേണം എനിക്ക് ഡയബറ്റിക് ആണെങ്കിൽ എനിക്ക് ഇഞ്ചെക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ചാലഞ്ച് വന്നു. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഈ സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? മാമൽസിലാണ് സിന്തസൈസ് ചെയ്യുന്നത്. ആദ്യം ഒരു പ്രോ ഇൻസുലിൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പ്രോ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു മാമൽ എടുത്താലും അതിൻ്റെ അകത്ത് ഫസ്റ്റ് പ്രോ ഇൻസുലിൻ ആയിട്ടാണ്. പ്രോ ഇൻസുലിൻ്റെ അകത്ത് എയും ബിയും പിന്നെ സി എന്ന് പറയുന്ന ഒരു ചെറിയ എക്സ്ട്രാ പെപ്റ്റൈഡും കൂടി ഈ ഒരു പെപ്റ്റൈഡിൽ കാണാൻ പറ്റും. മക്കളെ നോക്കിക്കേ, ഈ ഗ്രീൻ എന്ന് പറയുന്നത് ബി ആണ്, ഈ ബ്ലൂ എന്ന് പറയുന്നത് എ ആണ്. ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്തിട്ട് ഇടയിൽ വരുന്ന ആ ഒരു ചെയിനിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് സി എന്ന് പറയുന്നത്. ഇയാൾ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എലി ലില്ലി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വലിയൊരു ചാലഞ്ച് ആയിരുന്നു കേട്ടോ. ഈ കണ്ടോ, അപ്പോൾ ഈ ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റീകോമ്പിനന്റ് DNA ടെക്നോളജി ഉപയോഗിച്ച് ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സി എന്ന് പറയുന്ന പെപ്റ്റൈഡിനെ മാറ്റിയിട്ട് മെച്യൂർ ഇൻസുലിൻ ആക്കിയിട്ട് വേണം ഇഞ്ചക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ചാലഞ്ച് ആയിരുന്നു. അതിനാണ് നമ്മുടെ ഇത് കണ്ടോ മക്കളെ, ഇത് ഈ ഒരു ഫിഗർ മിസ് ഇപ്പോൾ കാണിച്ചു തന്നായിരുന്നു. അതിനാണ് നമ്മൾ കണ്ടോ എലി ലില്ലി കമ്പനി എന്ത് ചെയ്തു? ഈ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. എലി ലില്ലി കമ്പനി ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻസുലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാം. അവരെന്ത് ചെയ്തു? എയും ബിയും എന്ന് പറയുന്ന രണ്ട് ചെയിൻ ഉണ്ടാക്കി. ഓക്കെ, ഈ രണ്ട് ചെയിനിനെ അവരെന്ത് ചെയ്തു? പ്ലാസ്മിഡ്, ഇക്കോളൈ പ്ലാസ്മിഡിലേക്ക് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, മിസ് പറഞ്ഞല്ലോ കൊടുക്കൂന്ന്, ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവിടെ നിന്ന് ഇൻസുലിൻ ചെയിനുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എ എന്ന് പറയുന്ന ചെയിൻ സെപ്പറേറ്റ് ഉണ്ടാക്കി, ബി എന്ന് പറയുന്ന ചെയിൻ സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഇവർ രണ്ടുപേരെയും എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ ഒരു ഡൈസൾഫൈഡ് ബോണ്ടിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരുമിപ്പിച്ച് ആ ഡൈസൾഫൈഡ് ബോണ്ട് നമ്മൾ കൊടുത്തു. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒരു ഹ്യൂമൻ ഇൻസുലിൻ ഉണ്ടാക്കിയത്. ഓക്കെ മക്കളെ, അപ്പൊ എന്താ എലി ലില്ലി കമ്പനി എന്ത് ചെയ്തു? എ എന്ന് പറയുന്ന ചെയിൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി, ബി എന്ന് പറയുന്ന ചെയിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഈക്കോളൈ ബാക്ടീരിയയുടെ അകത്ത് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് അവിടെ വെച്ച് കുറേ ഇൻസുലിൻ ചെയിനുകൾ ഉണ്ടാക്കി. ഇനി ഈ എന്താണ് എ എന്ന് പറയുന്ന ചെയിനും ബി എന്ന് പറയുന്ന ചെയിനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്ടീരിയയുടെ അകത്ത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ഇവരെ അങ്ങ് കമ്പൈൻ ചെയ്യും. ഇവരെ അങ്ങ് കമ്പൈൻ ചെയ്യണ സമയത്ത് നമ്മൾ ഒരു ബോണ്ടും കൊടുത്തു. ആ ബോണ്ടാണ് ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ബോണ്ട് അവർക്ക് എന്ത് ചെയ്തു? നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു മെച്യൂർഡ് ഇൻസുലിൻ ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, ഇതിനെയാണ് പിന്നെ എന്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇൻസുലിൻ കൊടുക്കുന്നത്. ഇങ്ങനെ ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിനെ വിളിക്കുന്ന പേര് ഹ്യൂമിലിൻ എന്നാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഹ്യൂമിലിൻ എന്നാണ്, ആപ്ലിക്കേഷൻ ആണ്. എന്താണ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ മെഡിസിനിൽ എന്ന് ചോദിച്ചാൽ ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ഇൻസുലിൻസ് ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഇൻസുലിൻ്റെ പേരെന്താണ്? ഹ്യൂമിലിൻ എന്നാണ് പറയുന്നത്. ഈ സ്ട്രക്ചർ എക്സാമിന് ചോദിക്കാറുണ്ട്. ടെക്സ്റ്റിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടെക്സ്റ്റിൽ ഇത് അടയാളപ്പെടുത്താൻ ഈ ഒരു ഫിഗർ തന്നിട്ട് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ എ ചെയിനും ബി ചെയിനും സി ചെയിനും ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ബോണ്ട് തന്നിട്ട് ഇത് ഏത് ബോണ്ടാണെന്നും ചോദിക്കാം. ഡൈസൾഫൈഡ് ബോണ്ടാണ്. ഫിഗർ ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. സോ പ്രോ ഇൻസുലിനെ എന്താക്കി മാറ്റണം? മെച്യൂർഡ് ആയിട്ടുള്ള ഇൻസുലിൻ ആക്കി മാറ്റണം. പ്രോ ഇൻസുലിൻ മെച്യൂർഡ് ഇൻസുലിൻ ആയി മാറണമെങ്കിൽ അതിനകത്ത് സി പെപ്റ്റൈഡ് പോകണം. അപ്പോൾ എയും ബിയും മാത്രമേ ഉണ്ടാകുള്ളൂ. അവർ തമ്മിൽ
എന്ത് ബോണ്ടാണ്? ഡൈസൾഫൈഡ് ബോണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻസുലിൻ ബയോടെക്നോളജി ഉപയോഗിച്ച് എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തത്. ഏത് പ്ലാസ്മിഡിലേക്കാണ് ഈ ഒരു ഹ്യൂമൻ ഇൻസുലിൻ്റെ ജീനുകൾ അല്ലെങ്കിൽ ചെയിൻസ് നമ്മൾ കൊടുത്തതെന്ന് ചോദിക്കും. ഏത് പ്ലാസ്മിഡിലേക്കാണ്? ഈക്കോളയിലേക്കാണ് കേട്ടോ. അതെല്ലാവരും ഓർത്ത് വെക്കണേ. യെസ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ തെറാപ്പി. ഓക്കെ, ജീൻ തെറാപ്പി എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? നിങ്ങൾ എഴുതാണ്. ഓക്കെ, നിങ്ങളൊരു ബുക്കിൽ എഴുതാണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു, നിങ്ങൾ അത് എന്ത് ചെയ്യും? വെട്ടി അത് കറക്റ്റ് ചെയ്യൂലേ? കറക്റ്റ് ചെയ്യൂലേ? ഇതുപോലെ തന്നെയാണ്. അതായത് ഡിഫക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ജീനുകളെയൊക്കെ അങ്ങ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ആൾക്ക് അസുഖം വന്നു, ഇപ്പോൾ എന്തെങ്കിലും ഒരു രോഗം വന്നു, ജനറ്റിക് ആയിട്ടുള്ള അസുഖം വന്നു, ആ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡർ വരാൻ കാരണമായിട്ടുള്ള ജീൻ ഏതാണോ ആ ഡിഫക്റ്റീവ് ജീനിനെ അങ്ങ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്ഷൻ ഓഫ് ജീൻ ഡിഫക്റ്റ് ദാറ്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് ഇൻ എ ചൈൽഡ് ഓർ എംബ്രിയോ. അതായത് ഒരു കുട്ടിയിലൊക്കെ ഇങ്ങനത്തെ ഒരു ഡിഫക്റ്റ് കണ്ടു, ഒരു പ്രോബ്ലം കണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെ കറക്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു മെക്കാനിസമാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ജീൻ തെറാപ്പി നടത്തിയത് ഒരു ജീൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു 4 വയസ്സുള്ള കുട്ടിയിലാണ്. ഓക്കെ, ആ കുട്ടിയാണ് കേട്ടോ ഇത്, അശാന്തി ഡി സിൽവ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. ആ കുട്ടി 4 വയസ്സുള്ളപ്പോൾ 1990 എന്ത് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്? അഡിനോസിൻ ഡി അമിനേസ് ഡെഫിഷ്യൻസി, ADA ഡെഫിഷ്യൻസി ചോദിക്കാറുണ്ട്. ADA ഡെഫിഷ്യൻസി കാരണം ഒരു എക്സാമ്പിൾ ആണ് ജീൻ തെറാപ്പിക്ക്. ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി എന്താണ്? ADA ഡെഫിഷ്യൻസി ആണ്. അതൊരു 4 വയസ്സുള്ള കുട്ടിയിലാണ് നടത്തിയത്. എന്താണ് ഇനി ഇതിന്റെ ഫംഗ്ഷൻ? എങ്ങനെയാണ് ഈ ഒരു ബോൺ ജീൻ തെറാപ്പി നടത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എന്താണ്? അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഓക്കെ, ഈ എൻസൈം നമ്മൾ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പ്ലാന്റേഷൻ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ വഴിയോ അല്ലെങ്കിൽ ഈ എൻസൈമിന്റെ റീപ്ലേസ്മെന്റ് തെറാപ്പി വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെഫിഷ്യൻസിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ADA ഡെഫിഷ്യൻസി വളരെ അതായത് ADA എന്ന് പറയുന്ന സംഭവം വളരെ ജീൻ തെറാപ്പിയിൽ ഒരു വലിയ എക്സാമ്പിൾ ആണെന്ന് മിസ് പറഞ്ഞല്ലേ. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള എൻസൈം ഏതാ? അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാവം ഇതിനെന്ത് സംഭവിച്ചു? ഇങ്ങനെ അസുഖമുള്ള ADA ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഈ ഇമ്മ്യൂൺ സിസ്റ്റം അങ്ങ് ഫെയിലായി പോയി. ഓക്കെ, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ഫെയിലാക്കി കളയും ഇങ്ങനെ ഡെഫിഷ്യൻസി വന്നാൽ. അപ്പോൾ അത് കുട്ടി എന്താവും? ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ ക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വഴികളാണുള്ളത്. ഒന്ന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താം, സെക്കൻഡ് എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി നടത്താം. ഓക്കെ, എങ്ങനെയാണ് ഇനി ആ തെറാപ്പി നടത്തുന്നത് നോക്കണ്ടേ? പിന്നെ വേറൊരു വഴിയും റീകോമ്പിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് കേട്ടോ. അതിൻ്റെ എങ്ങനെയാണ് അത് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് എടുക്കും. ഓക്കെ, ബ്ലഡിൽ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ലിംഫോസൈറ്റ്. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ലിംഫോസൈറ്റ് ബ്ലഡിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ഒരു ഔട്ട്സൈഡ് ദ ബോഡിയുടെ പുറത്ത് ഒരു കൾച്ചറൽ മീഡിയത്തിൽ നമ്മളൊരു മീഡിയത്തിനകത്ത് അതിനെ എന്ത് ചെയ്യും? ഗ്രോ ചെയ്യിപ്പിക്കും. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഗ്രോ ചെയ്യിപ്പിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ADA, അതായത് അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമോ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി DNA ഈ ലിംഫോസൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ചുമ്മാ അങ്ങ് കയറി പോകുന്നില്ല, ഒരു വെക്ടർ വേണം. ഓക്കെ, ഒരു വണ്ടി എന്നൊക്കെ പറയണ പോലെ എന്താണ് ഇതിന് ട്രാവൽ ചെയ്ത് അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു വെക്ടർ വേണം. റിട്രോ വൈറൽ വെക്ടർ, ഇവിടെ ഒരു വൈറസിനെയാണ് യൂസ് ചെയ്യുന്നത്. റിട്രോ വൈറൽ വെക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്രോ വൈറൽ വെക്ടർ യൂസ് ചെയ്ത് നമ്മൾ ലിംഫോസൈറ്റുകളെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫങ്ഷണൽ ADA അല്ലെങ്കിൽ കോംപ്ലിമെന്ററി DNA എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ഒരു ലിംഫോസൈറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിപ്പോൾ എന്തായിട്ട് മാറി? ലിംഫോസൈറ്റ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ട് മാറി അല്ലേ? ജനറ്റിക്കലി നമ്മൾ അതിന് ഇംപ്രൂവ് ചെയ്ത് നല്ലൊരു ലിംഫോസൈറ്റ് ആയിട്ട് തിരിച്ച് പേഷ്യൻറ്റിലേക്ക് തന്നെ റീഇഞ്ചക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ജീൻ തെറാപ്പി വർക്ക് ചെയ്യുന്നത്. അപ്പം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ജീൻ തെറാപ്പി എന്താണ്? ജീൻ തെറാപ്പി ആദ്യമായിട്ട് ഏത് കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഏത് ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അത് ഏതായിരുന്നു? ADA ഡെഫിഷ്യൻസി ആയിരുന്നു. അത് 4 ഇയർ ആയിട്ടുള്ള ഒരു ഓൾഡ് ഗേളിലാണ് ഈ ഒരു സംഭവം നടത്തുന്നത്. ഓക്കെ, കുട്ടിയുടെ പേരൊന്നും ചോദിക്കില്ല കേട്ടോ, ഈ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നതാണ്. ഓക്കെ, പിന്നെ ജീൻ തെറാപ്പി എന്താണ് എന്ന് ചോദിക്കും. പിന്നെ ഏത് എൻസൈമാണ് ഡെഫിഷ്യൻ്റ് ആവുന്നത്? അഡിനോസിൻ ഡിയാമിനേസ് എന്ന് പറയുന്ന എൻസൈം ആണെന്ന് പറയണം. ഇതിന്റെ ക്യൂർ ചെയ്യാനായിട്ടൊരു 3 മെത്തേഡ് പറയുന്നുണ്ടല്ലോ. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി, പിന്നെ എന്താണ് RDNA ടെക്നോളജിയും യൂസ് ചെയ്യാം. റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഓക്കെ, റീകോമ്പിനന്റ് എന്താണെന്നൊക്കെ നിങ്ങൾ ബയോടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചതാണല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിൽ വരുന്ന ഒരു സ്റ്റെപ്പ് എന്താ? ബ്ലഡ്, അതായത് പേഷ്യന്റിന്റെ ബ്ലഡിലുള്ള ലിംഫോസൈറ്റ് ഒരു മീഡിയത്തിലിട്ട് വളർത്തുന്നു. ഓക്കെ, എന്നിട്ട് അതിലേക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ഒരു റിട്രോവൈറൽ വെക്ടർ യൂസ് ചെയ്തിട്ട് ഈ ലിംഫോസൈറ്റിലേക്ക് ADAയോ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി DNAയോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനെ എന്താക്കി മാറ്റുന്നു? ഒരു ജനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ലിംഫോസൈറ്റ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ ചെയ്യുന്ന ടെക്നിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു തെറാപ്പിയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. മക്കളെ, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താലുണ്ടല്ലോ നമുക്ക് എപ്പോഴും പീരിയോഡിക് ആയിട്ടുള്ളൊരു ഇൻഫ്യൂഷൻ, അതായത് എപ്പോഴും നമ്മൾ ലിംഫോസൈറ്റ് പുറത്തേക്ക് എടുത്ത് അതിനെ പിന്നെയും കൾച്ചർ ചെയ്ത് പിന്നെ നമ്മൾ അതിനെ ഓരോ ഇൻ്റർവെല്ലായിട്ട് നമ്മൾ അതിന് പേഷ്യൻറ്റിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് സ്പാൻ, ജീവിതം അങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിനൊരു പെർമനൻറ്റ് ക്യൂർ ആണെങ്കിൽ ഒരൊറ്റ വഴിയുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ എംബ്രിയോണിക് സ്റ്റേജ്, കുട്ടിയാകുന്ന ആ ഒരു എംബ്രിയോണിക് സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റേജിൽ ഇത് തിരിച്ചറിയുമ്പോൾ തന്നെ, ഇങ്ങനെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ബോൺ മാരോ, ADA ഉണ്ടാക്കുന്നത് ബോൺ മാരോയുടെ അകത്താണ്. ഓക്കെ, അപ്പോൾ ADA ഉണ്ടാക്കുന്നത് ബോൺ മാരോ സെല്ലുകളാണ്. ആ ബോൺ മാരോ സെല്ലുകളിൽ നിന്നും എന്ത് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കണം? ADA ഉണ്ടാക്കുന്ന ജീനുകളെ ഐസൊലേറ്റ് ചെയ്തെടുത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് ആകെയുള്ളൊരു പെർമനൻറ്റ് ക്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, അതർവൈസ് നമുക്ക് ഈ ലിംഫോസൈറ്റ് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യേണ്ടി വരും? മോഡിഫൈ ചെയ്ത് തിരിച്ച് പിന്നെയും റീഇഞ്ചെക്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, പക്ഷെ പെർമനൻ്റ് ആയിട്ട് ഒരൊറ്റ ക്യൂർ ഉണ്ട്. അത് ചോദിക്കും ചിലപ്പോൾ. എങ്ങനെയാണ്? നമ്മൾ ADA പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൺ മാരോ സെല്ലുകളിൽ നിന്നും എന്ത് ഐസൊലേറ്റ് ചെയ്യണം? ജീനിനെ ഐസൊലേറ്റ് ചെയ്ത് നേരത്തെ തന്നെ ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ആ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ക്യൂർ ആയിട്ട് മാറും. സോ അപ്പം തന്നെ അത് തിരിച്ചറിയണം. ഓക്കെ, ഇതാണ് എന്ത്? ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മോളിക്കുലർ ഡയഗ്നോസിസാണ്. മോളിക്കുലർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസുഖങ്ങൾ ഡിറ്റക്ട് ചെയ്യുക, നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. നേരത്തെ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം മക്കളെ നോക്കിക്കേ, ഏർലി ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളുണ്ട്. ഫസ്റ്റ് വരുന്നത് RDNA ടെക്നോളജി, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. തേർഡ് എന്ന് പറയുന്നത് എന്താണ്? ELISA എന്ന് പറയും, അതായത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ELISA, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ. ELISA വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് യൂസ് ചെയ്ത്, ഈ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഏർലി ഡയഗ്നോസിസ് നേരത്തെ തന്നെ നമുക്ക് പരിശോധിച്ച് ആ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് മോളിക്കുലർ ഡയഗ്നോസിസിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, PCR ഉപയോഗിച്ച് HIV ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം. എയ്ഡ്സ് അല്ലേ, എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് HIV എന്ന് പറയുന്നത്. സോ ഏർലി തന്നെ നമുക്ക് എയ്ഡ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു ടെക്നിക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആകാം, അല്ലെങ്കിൽ RNA ആവാം. DNAയുടെ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ RNAയുടെ ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ പ്രോബ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ അതിൽ ടാഗ് ചെയ്യും. ഓക്കെ, ഒരു റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ഉപയോഗിച്ച് അതിനെ ടാഗ് ചെയ്യും, ലേബൽ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ പ്രോബ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കും? ഇതൊരു സിംഗിൾ സ്റ്റാൻഡ് ആണല്ലോ, ഇപ്പം ഇതൊരു സിംഗിൾ സ്റ്റാൻഡ് ആണ്, ഇതിനൊരു കോംപ്ലിമെന്ററി വേണ്ടേ? ഇതൊരു പ്രോബ് ആണെങ്കിൽ എന്താണ്? സിംഗിൾ സ്റ്റാൻഡ് ആണ്.
ഈ സിംഗിൾ സ്ട്രാൻഡിൽ നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് വേണം, ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA വേണ്ടേ അല്ലേ, അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് വേണം. അങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിനെ ഹൈബ്രിഡൈസ് ചെയ്യും, ഇതുമായിട്ട് കോംപ്ലിമെൻ്ററി ആക്കി നമ്മൾ ഇതിനെ എന്താക്കി മാറ്റും, ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെൻ്ററി DNA ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡാണ്, അതിന് നമ്മൾ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ഉപയോഗിച്ച് ടാഗ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ ഈ പ്രോബ് ഏതെങ്കിലും ഒരു കോംപ്ലിമെൻ്ററി DNA-യുമായിട്ട് എന്ത് ചെയ്യും, ക്രോസ് ചെയ്യും, ഹൈബ്രിഡൈസ് ചെയ്തിട്ട് അതിൻ്റെ കുറേ ക്ലോണുകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, കുറേ ടൈപ്പ് ഉണ്ടാക്കുന്നു. ക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ഉണ്ടാക്കുന്നു. ഓക്കെ, റെപ്ലിക്കേറ്റ് ചെയ്ത് കുറേ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹൈബ്രിഡൈസ്ഡ് DNA-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രോബും കോംപ്ലിമെൻ്ററി ആയിട്ട് ചേർന്ന് ഒരു പെയർ ചെയ്ത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാകുന്ന DNA അല്ലെങ്കിൽ ആ ഒരു പുതിയ DNA-നെയാണ് നമ്മൾ ഹൈബ്രിഡൈസ്ഡ് DNA എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ഓട്ടോ റേഡിയോഗ്രഫി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഹൈബ്രിഡൈസ്ഡ് DNA നമ്മൾ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുക, നമുക്ക് മനസ്സിലാവേണ്ട ഏതാണെന്ന്. അപ്പോൾ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൈബ്രിഡൈസ്ഡ് DNA കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ മ്യൂട്ടേറ്റഡ് ആയിപ്പോയി ഏതെങ്കിലും DNA മ്യൂട്ടേറ്റഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റില്ല, ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അത് അപ്പിയർ ചെയ്യില്ല. കാരണം എന്താണ്, ആ പ്രോബ് അതിൻ്റെ കോംപ്ലിമെൻ്ററി ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നോർമൽ കേസിൽ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA ആണ് പ്രോബ്. അത് പോയിട്ട് എന്ത് ചെയ്തോളും, ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള DNA-യുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്ത് അല്ലെങ്കിൽ അതുമായി ചേർന്ന് ഒരു ഹൈബ്രിഡ് DNA ഉണ്ടാക്കിക്കോളും. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഡിറ്റക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള DNA ആണെങ്കിൽ അത് പ്രോബിന് പോയി കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്, എന്തോ കുഴപ്പം DNA-ക്ക് ഉണ്ട്, എന്തോ ഒരു ഡിസീസ് ഉണ്ടെന്ന് നേരത്തെ ഡയഗ്നോസിസ് ചെയ്യാൻ പാടില്ലേ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ PCR ആയിക്കോട്ടെ അല്ലെങ്കിൽ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ആയിക്കോട്ടെ, ഇതിലെല്ലാം അപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഇതാണ്. ഓക്കെ, മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ മക്കൾ, എലിസ എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രിൻസിപ്പിളാണ്, ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ ആണ്. ചോദിക്കാറുണ്ട്, ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ ആണ്. അതായത് നമ്മൾ എലിസ വെച്ചിട്ട് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, ഒരു ബോഡിക്കകത്ത് ഒരു അസുഖമുള്ള ഒരാളുടെ അകത്ത് ആൻറ്റിജൻ കയറിയിട്ടുണ്ടെങ്കിൽ ആ ആൻറ്റിജൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ അതിനെതിരെയായിട്ട് ആൻറ്റിബോഡി അവിടെ വന്നിട്ടുണ്ടാവുമല്ലോ, വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻറ്റിജൻ്റെ ശത്രുവാണല്ലോ ആൻറ്റിബോഡി. സോ ആൻറ്റിജനെതിരെയായിട്ട് ആര് വന്നിട്ടുണ്ടാവും, ആൻറ്റിബോഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. എന്ത് യൂസ് ചെയ്ത്, എലിസ എന്ന് പറയുന്ന ടെസ്റ്റ് യൂസ് ചെയ്ത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ട്രാൻസ്ജെനിക് ആനിമൽസ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. എന്താണ് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് ചോദിക്കും. അതായത് നമുക്ക് കുറേ ആനിമൽസിനെ അല്ലെങ്കിൽ പ്ലാന്റ്സിനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ജനറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, അതിനൊരു കുറച്ച് കഴിവുകൾ വേണം. എന്താണ്, ഒരു ഫോറിൻ ജീനിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് വേണം. ഇതിനകത്തേക്ക് എന്തെങ്കിലും കയറിയാൽ, ഒരു ആനിമലിൻ്റെയോ പ്ലാന്റിൻ്റെയോ അകത്തേക്ക് കയറിയാൽ അത് ഫോറിൻ ആണ് അല്ലെങ്കിൽ ഫോറിൻ ജീനിനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ കഴിവുള്ള അങ്ങനെയുള്ള എന്താണ് ആനിമൽസിനെയാണ് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏത് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്, ജനറ്റിക് എഞ്ചിനീയറിംഗ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ, ജനറ്റിക് എഞ്ചിനീയർ, ജീനുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ജെനിക് ആനിമൽസിനെയൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ട്രാൻസ്ജെനിക് റാറ്റ്, റാബിറ്റ്, പിഗ്, ഷീപ്പ്, കവ്, അതുപോലെ തന്നെ ഫിഷ്, ഇതെല്ലാം ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ആനിമലുകളാണ്. പക്ഷേ 95% നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ജെനിക് ആനിമൽ ഏതാണ്, മൈസ് ആണ് അല്ലേ. നമ്മൾ ഏത് എക്സ്പെരിമെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ട്രാൻസ്ജെനിക് ആനിമൽ. ഓക്കെ, എന്താണെന്ന് പഠിക്കാം. ഇത് കണ്ടോ, ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ഒരു പിഗ് ആണ്. ഇനി എന്തൊക്കെയാണ് ട്രാൻസ്ജെനിക് ആനിമൽസിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളതാണ്. നോർമലി നമ്മൾ ഈ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത്, എന്തിനാണ്, എങ്ങനെയാണ് ജീൻസ് റെഗുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബോഡിയിൽ, നോർമൽ ആയിട്ടുള്ള ഒരു ബോഡിയിൽ ജീനിന് എന്തെങ്കിലും പറ്റിയാൽ, എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ട്രാൻസ്ജെനിക് ആനിമൽസ് യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സുകൾ ഉണ്ടല്ലോ, അതെല്ലാം ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ്, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജീൻ ഫ്രം അതർ സ്പീഷീസ്, ഏതെങ്കിലും വേറൊരു സ്പീഷീസിൽ നിന്ന് ജീൻ വരുന്നു, ആ ജീന് അകത്തേക്ക് കയറിയാൽ എന്തൊക്കെ ഓൾട്രേഷൻ, അതിന് കുറച്ച് വ്യത്യാസം, മ്യൂട്ടേഷൻ ഒക്കെ സംഭവിക്കും അല്ലേ? അങ്ങനെ സംഭവിച്ചാൽ ഇതുപോലെയുള്ള ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യില്ലേ മക്കളെ? ബയോളജിക്കലി അതിൻ്റെ നമ്മുടെ ആ ഒരു അഫക്റ്റ് ചെയ്യില്ലേ? സോ അതെന്തൊക്കെയാണെന്ന് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ജീന് പുറത്തുനിന്ന് ഫോറിൻ ജീൻ കയറിയാൽ ആ ജീന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാൻ നമുക്കൊരു മോഡലായിട്ട് ആരെ വെക്കാം? ട്രാൻസ്ജെനിക് ആനിമൽ വെക്കാം. ഓക്കെ, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു, അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മൾ കോവിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു, അതിൻ്റെ വാക്സിൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു നോർമലായിട്ട് ഇപ്പം മിസ് സമ്മതിക്കോ, എന്നിൽ പരീക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരും സമ്മതിക്കില്ല അല്ലേ? അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതുപോലെയുള്ള ആനിമൽസ് എക്സ്പെരിമെൻ്റൽ മോഡലുകളായിട്ട് മൗസിനെയും അതുപോലെ തന്നെ ഷീപ്പിനെയും പിഗിനെയും ഒക്കെ നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് അവരിൽ പരീക്ഷിച്ചിട്ട് സക്സസ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും കൂടുതൽ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മെഡിസിൻ ഉണ്ടാക്കാം, ട്രീറ്റ്മെൻറ്റ് നടത്താൻ എളുപ്പമായിരിക്കും. അതിനാണ് ട്രാൻസ്ജെനിക് ആനിമൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിസീസ് സ്റ്റഡി. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫിസിയോളജി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ബോഡിയുടെ ഫംഗ്ഷനിങ് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അറിയാൻ ട്രാൻസ്ജെനിക് ആനിമൽസ് ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും ജീന് കയറിയാൽ അതിന് എന്തെങ്കിലും പറ്റുമോ, നോർമൽ ഫംഗ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയും പഠിക്കാൻ പറ്റും. സെക്കൻഡ് വരുന്നത് സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. നമുക്ക് കുറേ ഡിസീസുകൾ ഉണ്ടല്ലേ, ഇതേ ക്യാൻസർ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾഷിമേഴ്സ്, ഇതെല്ലാം സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇങ്ങനെയുള്ള ഡിസീസുകളെല്ലാം എന്താണെന്ന് പഠിക്കാനായിട്ട് അവരിൽ വരുന്ന അതിൽ എന്തൊക്കെ ജീനുകളാണ് പ്രശ്നക്കാരൻ എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, ജീൻ എങ്ങനെയാണ് എന്താണ് മനസ്സിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മക്കളെ നോക്കിക്കേ, ബയോളജിക്കൽ പ്രൊഡക്റ്റുകൾ നമുക്ക് നല്ല രീതിയിൽ മെഡിസിനൽ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് കുറേ മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നോക്കിക്കേ മക്കളെ, A1 ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ പ്രോട്ടീൻ ആണ്. A1 ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ പ്രോട്ടീൻ ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എംഫൈസിമ, പിന്നെ എന്താണ് ഫീനിൽ കീറ്റോന്യൂറിയയുടെ പ്രൊഡക്റ്റുകൾ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ ട്രാൻസ്ജെനിക് ആനിമൽസ് ആണ്. അപ്പോൾ ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് ബയോളജിക്കൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A1 ആൻറ്റി ട്രിപ്സിൻ. A1 ആൻറ്റി ട്രിപ്സിൻ അത്ര ഓർത്ത് വയ്ക്കുക. ഇത് എന്തിനാണ്? ട്രീറ്റ് ചെയ്യാൻ, എംഫൈസിമ ട്രീറ്റ് ചെയ്യാനാ. പിന്നെ അതുപോലെ തന്നെ വേറെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഫീനൽ കീറ്റോന്യൂറിയൻ. ഇത് ഇത്രയാണ് കേട്ടോ. A1 ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്നത് എംഫൈസിമ ട്രീറ്റ് ചെയ്യാനാണ്. പിന്നെ അതുപോലെ ഫീനൽ കീറ്റോന്യൂറിയ ട്രീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകളും സിസ്റ്റിക് ഫൈബ്രോസിസ് ട്രീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് ട്രാൻസ്ജെനിക് ആനിമൽ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂസി എന്ന് പറയുന്ന ഒരു കുട്ടി പശു ഉണ്ട്. ആരെ? ട്രാൻസ്ജെനിക് കവ് എന്ന് പറയും അല്ലേ? ഇത് നോർമൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ കവിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ് ഇതിന്, ബ്രീഡ് ചെയ്യിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയതാ. ഇത് ഹ്യൂമൻ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹ്യൂമൻ പ്രോട്ടീൻ ഉള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മിൽക്കിനകത്ത് ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലിനകത്ത്, 1 ലിറ്റർ മിൽക്കിനകത്ത് ഒരു 2.4 ഗ്രാം ഒക്കെ ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാകും. 2.4 ഗ്രാം പ്രോട്ടീൻ എന്തായാലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ റോസി പശു ആള് മിടുക്കിയാണ്. എന്ത് ചെയ്യും? ഇത്രയും ന്യൂട്രീഷണൽ ആയിട്ടുള്ള മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹ്യൂമൻ ബേബീസിനൊക്കെ കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുക്കാം. നാച്ചുറൽ ആയിട്ട് സാധാ കൗ മിൽക്കിൽ നിന്നും വ്യത്യാസമായിട്ട് സാധാ പാലിനേക്കാളും നല്ല ഹൈലി ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഈ ആൽഫ ലാക്ട് ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീനുള്ള ഒരു മിൽക്ക് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ റോസി ട്രാൻസ്ജെനിക് കൗ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കൊടുക്കാൻ നല്ലതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട്, റോസി എന്ന് പറയുന്ന ട്രാൻസ്ജെനിക് കൗവിൽ കാണുന്ന പ്രോട്ടീൻ എന്താ? അവരുടെ മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ് മക്കളെ? ആൽഫ ലാക്ട് ആൽബുമിൻ. ആൽഫ ലാക്ട് ആൽബുമിൻ. ഓക്കെ, ഇത് ഹ്യൂമൻ ബേബീസിനൊക്കെ കൊടുക്കാറുണ്ട്. ഇനി വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്. മിസ് പറഞ്ഞല്ലോ, നമുക്ക് കോവിഡ് വന്നു, നിപ്പ, എന്തോരം രോഗങ്ങളാണല്ലേ. ഇതിനെല്ലാം നമ്മളിപ്പോൾ ഞാൻ നിന്ന് കൊടുക്കുകയാണ്, എന്നെ ടെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കൂല അല്ലേ? മനുഷ്യരാരും സമ്മതിക്കില്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള ട്രാൻസ്ജെനിക് ആയിട്ടുള്ള മൈസുകളെയും ആനിമൽസിനെയൊക്കെ യൂസ് ചെയ്ത് നമ്മൾക്ക് പരീക്ഷിക്കുന്നതിന് മുന്നേ വാക്സിൻസ് ഒക്കെ അതിൽ അപ്ലൈ ചെയ്ത് സക്സസ് ആയാൽ മാത്രമേ നമ്മളിലേക്ക് അത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് പോളിയോ വാക്സിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ മൈസിനെയാണ് യൂസ് ചെയ്തത്. അതുപോലെ ഒരുപാട്
ഒരുപാട് വാക്സിൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്, അതായത് ഏതെങ്കിലുമൊക്കെ കെമിക്കൽ എടുക്കുകയാണ്, ആ കെമിക്കൽ വളരെ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ എടുക്കുകയാണ്, അത് എത്രത്തോളം സെൻസിറ്റീവ് ആണ്. ഈ ട്രാൻസ്ജെനിക് ആനിമൽസ് ഒക്കെ അതിനോട് ഭയങ്കര സെൻസിറ്റീവ്, അതിനോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ കെമിക്കൽ ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്തിട്ട് ഇവരിൽ അപ്ലൈ ചെയ്ത് ഇവരെങ്ങനെയാണ് അതിനോട് എക്സ്പോസ് ചെയ്യുന്നതെന്നുള്ളതും അതിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് അതിൻ്റെ റിസൾട്ടുകളൊക്കെ കിട്ടാനും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കെമിക്കൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന എഫക്റ്റ് പഠിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഓർഗാനിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കുറച്ച് എത്തിക്കൽ ഇഷ്യൂ. അപ്പോൾ ട്രാൻസ്ജെനിക് ആനിമൽസ് മക്കളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ട്രാൻസ്ജെനിക് ആനിമൽസിൽ നമ്മൾ അതിൻ്റെ ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ബയോളജിക്കൽ പ്രൊഡക്റ്റുകളായിട്ട് ഈ ഒരു A1 ആൻറ്റി ട്രിപ്സിൻ എന്ന് പറയുന്ന സംഭവം, പിന്നെ എന്താണ് നമ്മുടെ ട്രാൻസ്ജെനിക് ക്രോസിയുടെ കേസ് പറയണം, പിന്നെ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിനും യൂസ് ചെയ്യാറുണ്ട്. പോളിയോ വാക്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, ടോക്സിസിറ്റി നോക്കാൻ വേണ്ടി കെമിക്കൽസിൻ്റെ ടോക്സിസിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ആനിമൽസിലാണ്. അതിനൊക്കെ ട്രാൻസ്ജെനിക് ആനിമൽസ് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയണം. ഇമ്പോർട്ടൻ്റ് ആണ് ആ ടോപ്പിക്ക്. ഓക്കെ, ഇനി ഇതിന് കുറച്ച് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. എന്തൊക്കെയാണ് എത്തിക്കൽ ഇഷ്യൂസ്? നമ്മൾ സ്വന്തമായി നമ്മുടെ ഇഷ്ടത്തിന് ഒരു ഓർഗാനിസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ തരാൻ സാധ്യതയുണ്ട്. എക്കോസിസ്റ്റത്തിലേക്ക് ഇങ്ങനെ കൊടുക്കാണ്, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നേച്ചറിലേക്ക് വിടുമ്പോൾ പണി തരാനും സാധ്യതയുണ്ടല്ലേ. പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ്റെ പേരാണ് GEAC എന്ന് പറയുന്നത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഇവർ നോക്കി ഡിസിഷൻ എടുത്ത് സേഫ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഇവർ പബ്ലിക്കിലേക്ക് ഈ ഓർഗാനിസം GMO ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുള്ളൂ മക്കളെ. അതൊരു വലിയ എത്തിക്കൽ ഇഷ്യൂ ആണ്. ഓക്കെ, ഇനി ഈ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോ പേറ്റന്റ് എന്താണ്? ബയോ പേറ്റന്റ് എന്താണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേറ്റന്റ് കിട്ടുന്നത് ചില കമ്പനികൾക്കൊക്കെ എന്ത് കിട്ടും? പേറ്റന്റ് കിട്ടും. അവർക്ക് ആ ഒരു എന്തും ചെയ്യാം, അതായത് ജനറ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യാം, പ്ലാന്റുകൾ ഉണ്ടാക്കാതെ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളൊരു കൺട്രിയിൽ, ഒരു രാജ്യത്ത് എല്ലാവർക്കും ഗുണം ഉണ്ടായിരിക്കണം, ഫാമേഴ്സിനൊക്കെ അത് ഗുണമുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ചില കമ്പനികൾക്ക് ചില പ്രൊഡക്റ്റുകളിൽ പേറ്റന്റ് കിട്ടിയിട്ടുണ്ടാവും, ബയോ പേറ്റന്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് ബസ്മതി റൈസ് എന്ന് പറയുന്നത്. ബസ്മതി റൈസിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? ബസ്മതി റൈസ് വളരെയധികം എന്താ പറയുക, നല്ല യുണീക്ക് അരോമ ഉണ്ട്, നല്ല സ്മെല്ലും ഫ്ലേവർ ഉള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം ഒരു 27 വെറൈറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ കാര്യമില്ല, നമുക്കതൊന്നും കിട്ടിയില്ല, നമുക്ക് ആ പേറ്റന്റ് ഒന്നും കിട്ടിയില്ല. അത് അമേരിക്കക്കാർ കൊണ്ടുപോയി. ഒരു അമേരിക്കൻ കമ്പനി എന്ത് ചെയ്തു? ബസ്മതി റൈസിന് മേലെ അവർക്കാണ് പേറ്റന്റ്. ഓക്കെ, അവർക്കാണ് പേറ്റന്റ്. അവർക്ക് അത് ആ ബസ്മതി റൈസിന്റെ വെറൈറ്റി അവർക്ക് അബ്രോഡും എല്ലായിടത്തും വിൽക്കാനുള്ള അധികാരം അവർക്കാണ്. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഇതിൽ നിന്നാണ് കൊണ്ടുപോയത്, ഇന്ത്യൻ വെറൈറ്റീസിൽ നിന്നാണ് കൊണ്ടുപോയത്. പക്ഷെ അവരെന്ത് ചെയ്തു? പറഞ്ഞ പോലെ ആ പേറ്റന്റ് അവർക്കാണ് കിട്ടിയത്. അപ്പോൾ പേറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ള ആളുകൾക്ക് അത് സെല്ല് ചെയ്യാനോ, ഈ ബസ്മതി റൈസ് എന്ന് പറയുന്നത് വേറെ ആളുകൾക്ക് സെല്ല് ചെയ്യാനോ ഒന്നും ഒരു അധികാരവും ഉണ്ടാവില്ല. അതിൻ്റെ അധികാരം ഈ ഒരു കമ്പനിക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. ഓക്കെ, ഇതാണ് ബസ്മതി റൈസിൻ്റെ ഒരു എക്സാമ്പിൾ, ബയോ പേറ്റന്റിന് എക്സാമ്പിൾ ആണ്. ഇതുപോലെ തന്നെ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ടർമറിക് ഉണ്ട്, നീം ഉണ്ട്, ഇതെല്ലാം വേറെ ആൾക്കാർ പേറ്റന്റ് കൊണ്ടുപോയി. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമുക്ക് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട് അല്ലേ, നല്ല നല്ല സ്പൈസസും ടർമറിക്, നീം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാ അധികാരം ആർക്കാണ്? മറ്റുള്ള ആളുകൾക്കാണ്. ഓക്കെ, ആ റൈറ്റ് എന്താണ്? അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വേറെ ഒരു കൺട്രിക്കും അത് വിറ്റ് കാശാക്കാനുള്ള ഒരു അധികാരം ഇല്ല. ഓക്കെ, ഇതാണ് ബയോ പേറ്റന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയോ പൈറസി എന്ന് പറയുന്നതാണ്. എന്താണ് മക്കളെ ബയോ പൈറസി എന്ന് പറയുന്നത്? മക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ, അതായത് പല പല മൾട്ടിനാഷണൽ കമ്പനീസുകൾ ബയോ റിസോഴ്സസുകൾ, അതായത് നമ്മുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും. അത് ഒരു ഓതറൈസേഷനോ അതോറിറ്റിയുടെ ഒന്നും കൺട്രീസിൽ നിന്നൊരു അതോറൈസേഷനോ ഒന്നും കിട്ടാതെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ വിത്തൗട്ട് പേയ്മെന്റോ അല്ലെങ്കിൽ ഒരു കൺസേണോ ഇല്ലാതെ എന്ത് നടക്കുന്നുണ്ട്? ആ ഒരു ബയോ പൈറസി എന്ന് പറയുന്ന പരിപാടി നടക്കുന്നുണ്ട്. ബയോ പൈറസി എന്താണ് മക്കളെ? ചോദിക്കാറുണ്ട്, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത്
പ്രോപ്പർ ഓതറൈസേഷൻ ഇല്ലാതെ അതായത് ബയോപേറ്റന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു പ്രോപ്പർ ഓതറൈസേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് പേയ്മെന്റ് ഒന്നും നടത്താതെ ചില മൾട്ടിനാഷണൽ കമ്പനീസ് ബയോ റിസോഴ്സസുകളെ യൂസ് ചെയ്യുന്നു. ആ ഒരു ടേം ആണ് ബയോ പൈറസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ചില ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള നേഷൻ, ഇപ്പൊ അമേരിക്ക അങ്ങനെയുള്ള നേഷൻസിലൊക്കെ ഡൈവേഴ്സിറ്റി കുറവായിരിക്കും അല്ലെ, ബയോഡൈവേഴ്സിറ്റി കുറവാണ്, ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ് കുറവാണ്. പക്ഷെ അവർക്കെല്ലാം നല്ല ഫിനാൻഷ്യലി റിച്ച് ആണ്. കാരണം ഇതുപോലെ അവർ എടുക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ പേറ്റന്റ് ഒക്കെ അവർ കൊണ്ടുപോയി അല്ലേ. ഇനി പക്ഷെ നമ്മുടെ കൺട്രിയോ, നമ്മുടെ കൺട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡെവലപ്പിംഗ് ആവണേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് അത്ര റിച്ച് അല്ലെങ്കിലും ഡൈവേഴ്സിറ്റിയും ട്രഡീഷണൽ നോളജൊക്കെ നല്ല റിച്ച് ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെയുള്ള ടെക്നിക്കുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസോഴ്സസ് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറെ രാജ്യക്കാർ അതിൻ്റെ പേറ്റന്റ് ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ ബയോ പൈറസി, ബയോ പേറ്റന്റ് ഈ ടേം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ജനിക് ആനിമൽസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ എന്തൊക്കെ വേറെ പഠിച്ചത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വേറെ പഠിച്ചത് എന്തൊക്കെയായിരുന്നു, BT കോട്ടൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, ടിഷ്യൂ കൾച്ചർ എന്താണെന്നുള്ള കേസ്. ഓക്കെ, ഇപ്പം ഇതെല്ലാം. പിന്നെ മെഡിസിനിൽ ഇൻസുലിൻ എന്ന് പറയുന്നത്, പിന്നെ അഗ്രികൾച്ചറിൽ പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ട് RNA ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്ന സംഭവം, അതുപയോഗിച്ച് മെലോയിഡി ജീൻ ഇൻകോഗ്നിറ്റ എന്ന് പറയുന്ന വേം എങ്ങനെയാണ് ടൊബാക്കോ പ്ലാന്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതും പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആവുന്നതെന്നുള്ള കഥ. ഇതെല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. സോ എല്ലാവരും ഇത് നന്നായിട്ട് വായിച്ച് നോക്കണം, മെറ്റീരിയലും ടെക്സ്റ്റും നന്നായിട്ട് റെഫർ ചെയ്യാം.